തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ അഫ്ഫാൻ എന്ന 23-കാരൻ എന്തിനാണ് ഈ അരുംകൊലകളെല്ലാം ചെയ്തത്? അതിന്റെ മോട്ടീവ് എന്തായിരുന്നു? അത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നിലവിൽ അഫ്ഫാൻ നൽകിയ കുറ്റസമ്മത മൊഴി മാത്രമാണ് പോലീസിന്റെ പക്കലുള്ളത്. അതിൽ നിറയെ വൈരുദ്ധ്യങ്ങൾ. ആ വൈരുദ്ധ്യങ്ങൾ മാറ്റി എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താനുള്ള തീവ്ര അന്വേഷണത്തിലാണ് പോലീസ്. നിലവിൽ അഫ്ഫാൻ നൽകിയിരിക്കുന്ന മൊഴി എന്താണെന്ന് പരിശോധിക്കാം. അഫ്ഫാൻ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത്, വീട്ടിൽ നിന്ന് നേരെ ഇന്നലെ അഫ്ഫാൻ പോകുന്നത് വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലേക്കാണ്. അവിടെ നിന്ന് സ്വർണം പിന്നീട് നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങുന്നു. ആ പണവുമായി വെഞ്ഞാറമൂട്ടിലെ ഒരു കടയിലെത്തി അവിടെ നിന്ന് ചുറ്റിക വാങ്ങുന്നു. ആ ചുറ്റികയുമായി അഫ്ഫാൻ നേരെ പോകുന്നത് പാങ്ങോടുള്ള ഉമ്മുമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ വെച്ച് ഉമ്മുമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ സ്വർണമാല കൈക്കലാക്കുന്നു. ആ സ്വർണമാലയുമായി ഉമ്മുമ്മയുടെ സ്വർണ്ണമാലയുമായി അഫ്ഫാൻ നേരെ വരുന്നത് വെഞ്ഞാറമൂട്ടിലേക്കാണ്. നേരത്തെ പണം വാങ്ങിയ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അവിടെ ഈ സ്വർണ്ണമാല ആ വാങ്ങിയ പണത്തിൻ്റെ ഈടായിട്ട് നൽകുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ അഫ്ഫാൻ പോകുന്നത് പിതൃ സഹോദരൻ്റെ വീട്ടിലേക്കാണ്. ആ വീട്ടിലെത്തി അവിടെ പിതൃ സഹോദരനെയും ഭാര്യയെയും ഇയാൾ അതേ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. ആ കൊലപാതകത്തിന് ശേഷം തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഉമ്മയെ ആക്രമിക്കുന്നു. അവിടേക്ക് വിളിച്ചു വരുത്തിയ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഈ സഹോദരനെയും കൊലപ്പെടുത്തുന്നു. പക്ഷേ ആ മൊഴികളിലെല്ലാം വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഉമ്മുമ്മയുടെ മാല മോഷ്ടിച്ചു എന്ന് അയാൾ പറയുമ്പോൾ മറ്റൊരു മാല കൂടി ഉണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ 2 മാല ഉമ്മുമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ഒപ്പം തന്നെ ഉമ്മയെ ആണ് ആദ്യം ആക്രമിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ഉമ്മയെ കഴുത്ത് ഷോൾ കൊണ്ട് മുറുക്കി ശ്വാസം മുട്ടിച്ച് മുറിയിൽ പൂട്ടിയിട്ട ശേഷമാണ് അയാൾ പോയതെന്ന് ഒരു മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിലും വൈരുദ്ധ്യമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഉമ്മയുടെ തലയ്ക്ക് എപ്പോഴാണ് ഇയാൾ അടിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അഫ്ഫാന്റെ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. കാരണം പിതാവിന്റെ സാമ്പത്തിക ബാധ്യത എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നതെങ്കിലും അയാൾക്ക് സ്വന്തമായി എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ സൈബർ ഇടപാടുകളടക്കം ഈ സമൂഹ മാധ്യമങ്ങളിലുള്ള ഇടപാടുകളടക്കം പോലീസ് അന്വേഷിക്കുകയാണ്. മാത്രമല്ല ഈ കാമുകിയുമായിട്ടുള്ള വിവാഹബന്ധം അതിൽ താല്പര്യപ്പെട്ട് കൂടുതൽ സാമ്പത്തിക സഹായം ഇയാൾ തേടിയിരുന്നു എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ മൊഴികളിൽ പൂർണ്ണമായിട്ടും പോലീസ് വിശ്വസിച്ചിട്ടില്ല. നിലവിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതുകൊണ്ട് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് ഇയാളുടെ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ഒരു വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ മോട്ടീവ് സംബന്ധിച്ചുള്ള ഒരു കൃത്യതയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്.